എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഡ്യൂട്ടി ആയതുകൊണ്ട് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഡ്യൂട്ടിയുടെ കുറേ തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു SCB3 മോട്ടോർ പ്രൊട്ടക്ഷൻ മോഡ്യൂളിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇത് പഴയ മോഡലാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മോഡലാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്രസറുകളിലൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഒരു പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത എന്ന് വെച്ചാൽ പുതിയ വെർഷൻ, അതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. IQ മോഡ്യൂൾ, ഇൻ്റലിജൻറ്റ് മോഡ്യൂൾ എന്ന് പറയും, ഇൻ്റലിജൻറ്റ് ഫങ്ഷൻ മോഡ്യൂൾ, IQ മോഡ്യൂൾ എന്നാണ് ഇതിന് പറയാറ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ പുതിയ ബിറ്റ്സർ കംപ്രസറിനകത്ത് വരുന്ന മോഡ്യൂൾ. ഇതിനകത്ത് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു വേറെ ഒരു കൺട്രോളിൻ്റെ ആവശ്യമില്ല. ഈ ഒരു മോഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് LP സിഗ്നൽ ഇല്ല, നമുക്ക് LP നമുക്ക് കൊടുക്കാം. LP സീരീസ് ചെയ്തിട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് അവിടെ കിട്ടും. പക്ഷേ HP എന്നാണ് അലാം വരുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ HP സിഗ്നൽ കാണുന്നുണ്ടല്ലോ. ഇത് നമ്മൾ ഓൾറെഡി ജമ്പ് ചെയ്തേക്കുവാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ HP അലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ LPയും കൂടെ സീരീസ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം സിഗ്നൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും LP ആണ് HP, ഏതോ ഒരു സിഗ്നൽ വന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കിത് ഹീറ്ററിൻ്റെയാണ്, നമ്മുടെ ക്രാങ്ക് കേസ് ഹീറ്ററിൻ്റെ സിഗ്നൽസാണിത്. ഇത് കൊടുക്കാം. പിന്നെ നമുക്ക് കോണ്ടാക്ടർ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡിസ്ചാർജ് ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഫീഡ്ബാക്കാണ്. ഈ ഗ്രൗണ്ട് സിഗ്നൽ, ഈ CN3യിൽ ഗ്രൗണ്ട് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ടെമ്പറേച്ചർ ഗ്യാസ് ടെമ്പറേച്ചറാണ്, ഡിസ്ചാർജ് ഗ്യാസ് ടെമ്പറേച്ചർ. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഫീഡ്ബാക്ക്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ സെൻസർ, ഓയിലിൻ്റെ സെൻസറിൻ്റെ പ്രഷറിൻ്റെ ഒക്കെ ഫീഡ്ബാക്ക് കിട്ടുന്നതാണിത്. അത് സെപ്പറേറ്റ് സെൻസർ ഉണ്ടെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ബൈപ്പാസ് ചെയ്തിട്ട് ആക്റ്റീവ് ആണോ എന്ന് കാണിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കുന്നത് ഇവിടാണ്. പവർ സപ്ലൈ ന്യൂട്രൽ ലൈൻ ഇത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സാധനം നമുക്കിതിൻ്റെ അലാമാണ്. ഞാനൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ, ആ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ട്രിപ്പാണോന്ന് കാണിക്കാനുള്ള സ്റ്റാറ്റസാണ്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ലൈൻ ഇൻ, ഇതാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ലൈൻ ഇൻപുട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ ഫേസ് ഇൻപുട്ടിലും കൊടുക്കുമല്ലോ, അത് ഫേസിൽ നിന്ന് ഞാനൊരു സപ്ലൈ എടുത്ത് സേഫ്റ്റി ഇൻലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്വിച്ച് വഴി കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊട്ടക്ഷൻ ഡിവൈസുകളുണ്ടെങ്കിൽ, മീൻസ് നമ്മുടെ മോട്ടോർ പ്രൊട്ടക്ടർ MBCB ഉണ്ടല്ലോ, മോട്ടോർ പ്രൊട്ടക്ടർ സർക്യൂട്ട് ബ്രേക്കർ, അങ്ങനെ OLR അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സീരീസ് ചെയ്ത് സ്വിച്ചുകൾ അതെല്ലാം സീരീസ് ചെയ്തിട്ട് നമുക്ക് ഇതുവഴി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് ഞാൻ ജസ്റ്റ് ജമ്പ് ചെയ്തേക്കുവാണ്. ഇവിടുന്ന് ഈ സപ്ലൈ ജമ്പ് ചെയ്തേക്കുവാണ്. ഓക്കെ, ജമ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ജമ്പ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് കിട്ടും, ഇത് ഓൾറെഡി ക്ലോസ് ആണെന്നുള്ളത്. പിന്നെ ഇത് നമുക്ക് കിട്ടുന്നത് HP സ്വിച്ചിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ ജമ്പ് ചെയ്തിട്ടുണ്ട്.